തോന്നുന്നു എന്റെ മോൻ ജനിച്ച സമയത്ത് ആ. കമ്പോസ് ചെയ്ത പാട്ടാണ് ഏലമലക്കാടിനുള്ളിൽ. അപ്പൊ എനിക്ക് എപ്പോഴും അവനായിട്ട് അറിയാതെ കണക്ട് ചെയ്യും. എനിക്ക് പല പാട്ടിലും അങ്ങനെ പല ആൾക്കാരുമായിട്ട് കണക്ഷൻസ് അറിയാതെ സംഭവിക്കാറ്. മെല്ലെയതു നാടറിഞ്ഞേ വാനം ദൂരെയതു കണ്ടുണർന്നേ. എനിക്ക് എപ്പോഴും കമ്പോസ് ചെയ്യുന്ന സമയത്ത് എന്റെ കണ്ണ് ഒന്ന് നിറയും. അത് ഏത് രീതിയിലുള്ള അപ്പോഴും എനിക്കറിയാം ഇത് കുറച്ച് ഓക്കെ ആണ്. എന്റെ ഹൃദയത്തിൽ നിന്ന് വരുമ്പോഴേ എനിക്ക് ആ ഒരു ഇമോഷൻ എന്റെ കണ്ണിൽ എനിക്ക് കിട്ടുള്ളൂ. എന്നോമൽ നിധിയല്ലേ കൺപീലി നനയല്ലേ എന്നാളും മരികെ ഞാൻ കാവലാ. സിത്താരയുടെ ഏറ്റവും ഗംഭീരമായിട്ട് ഡെലിവർ ചെയ്ത ഒരു പാട്ടാണ് പാൽനിലാവൻ. 100%. അത് നിൻ മുഖം ഞാൻ കാണിക്കാണി. പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ വിഷ്വൽസ് വെച്ച് ചെയ്ത പാട്ടാണ് പൂമുത്തോളെ. കടവുൾ തந்த കവിதை പോല ഉണை நான் பார்க்கிறேன். ഇമോഷണലി ഹെവി ആയിട്ടുള്ള ഒരു പിടി ഗാനങ്ങളുടെ എസ്പെഷ്യലി മെലഡീസിന്റെ പവർ ഹൗസ് രഞ്ജിൻ രാജാണ് ഇന്ന് വാട്ടേ പാട്ടിൽ ചേരുന്നത്. ഹായ് ചേട്ടാ. ഹായ്. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. സുഖമായിട്ട് പോകുന്നു. മ്യൂസിക്കലി മൊത്തം ഇങ്ങനെ ഇൻവോൾവ് ആയിട്ട് നടക്കുകയാണ് അല്ലെ? ഈ റോക്കും അതുപോലെ തന്നെ റാപ്പും അതുപോലത്തെ ലൗഡ് മ്യൂസിക് ഒക്കെ ഇങ്ങനെ അരങ്ങ് തകർക്കുന്ന സമയത്ത് മെലഡീസ് ഇടക്കിടക്ക് ഇങ്ങനെ ഇറക്കി വിട്ടിട്ട് ആൾക്കാരുടെ ഹൃദയം പിടിച്ചെടുക്കുക എന്നുള്ളൊരു മാജിക് കയ്യിലുള്ള ഒരാളാണ് രഞ്ജിൻ. അപ്പം ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് വന്നിട്ടുള്ള തൂമഞ്ഞു പോലെ ആ ഒരു പാട്ടാണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ശരിക്കും ഒരുപാട് പേര് കമന്റ് ചെയ്തു. ഞാൻ എനിക്ക് പ്രതീക്ഷയുള്ള ഒരു പാട്ട് തന്നെയായിരുന്നു. ആ പടത്തിലെ എല്ലാ പാട്ടിലും എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എന്റെ ഒരു ഞാൻ അങ്ങനെ എന്താ പറയാ ഫുള്ളി ഈച്ച് ആൻഡ് എവറി ഇഞ്ച് നോക്കാനൊരു സമയം കിട്ടിയിരുന്നു ആ സമയത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ഒരു ഫേവറേറ്റ് സോങ്സ് ആയിട്ട് മാറി, കമ്പോസിഷൻസ് ആയിട്ട് അത് മാറി. പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ആ ഒരു പാട്ട് തുടങ്ങുന്ന പോലെ തന്നെ തൂമഞ്ഞു പോലെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആ പാട്ട് വരുന്നുള്ളതാണ്. എസ്പെഷ്യലി വിജയ് യേശുദാസിന്റെ സൗണ്ട് ആൻഡ് ഋതികയുടെ വോയിസും കൂടി വരുമ്പോഴത്തേക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യായിരുന്നു ഈ സിനിമയിലൂടെ, ഈ പാട്ടിലൂടെ. റിയാലിറ്റി ഷോയിൽ ഉണ്ടായിരുന്ന കുട്ടിയാണ്. അപ്പൊ ഞാൻ അവിടെ ഗസ്റ്റ് ആയിട്ട് പോയ സമയത്ത് ഋതികയുടെ പാട്ട് കേട്ടു. പിന്നെ ഋതികയുടെ കുറെ ഒരു സ്റ്റോറി, ലൈഫ് ജേർണി ഒക്കെ അവിടെ ഡിസ്പ്ലേയിൽ കാണിച്ചു. അപ്പൊ എനിക്ക് ആ സമയത്ത് തോന്നിയൊരു കാര്യം എന്റെ അടുത്ത സിനിമയിൽ ഋതിക പാടിക്കണം എന്നാണ്. അപ്പോ എന്താ ഋതിക നന്നായിട്ട് പാടുന്ന കുട്ടിയുമാണ്. ഋതിക മാത്രമല്ല ആ റിയാലിറ്റി ഷോയിൽ എല്ലാവരും നന്നായിട്ട് പാടുന്ന കുട്ടികൾ തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് കണ്ണടിച്ച് ഓഫർ കൊടുക്കാൻ മാറും. കാരണം എങ്ങനെയും പ്ലേസ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പ്രതിക്ക് ഞാൻ ഒന്നും ആലോചിക്കാതെ തന്നെ ഓഫർ കൊടുത്തു. വെരി നെക്സ്റ്റ് വീക്കിൽ തന്നെ ഒന്നും പാടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. റാപ്പും റോക്കും ലൗഡ് മ്യൂസിക്കും ഒക്കെ ഇങ്ങനെ അരങ്ങ് തകർക്കുന്നതിനിടയിലേക്കാണ് ചേട്ടൻ ഇതുപോലത്തെ എന്താ പറയാ മെലഡീസ് ഇറക്കി വിടുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള തൂമഞ്ഞു പോലെ എന്നുള്ള ആ പാട്ടാണെങ്കിൽ പോലും ആക്ച്വലി ആ പാട്ട് തുടങ്ങുന്ന പോലെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ എന്താ കാവ് ചെയ്ത് ഇറങ്ങുന്ന ഒരു സോങ് ആണ്, മെലഡിയാണ്. എസ്പെഷ്യലി ഇറങ്ങി എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ മില്യൺ വ്യൂസ് അടിക്കുകയും ചെയ്യും. മില്യണിലൊന്നും എനിക്ക് വിശ്വാസമില്ല. എപ്പോഴും ഈ പറഞ്ഞ പോലെ മില്യൺസ് ഇപ്പൊ നമുക്ക് 1 മണിക്കൂർ കൊണ്ടോ 1/2 മണിക്കൂർ കൊണ്ടോ ഒക്കെ അടിച്ച് കയറ്റാൻ പറ്റുമല്ലോ. അപ്പൊ അതിനെക്കാട്ടിലും ജെന്യുവൻലി മില്യണിലേക്ക് എത്തുക, ജെന്യുവൻലി ലക്ഷങ്ങളിലേക്ക് എത്തുക, ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് എത്തുക, അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരിലേക്ക് എത്തുക, എല്ലാം വാല്യൂബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കൗണ്ട്സിനെക്കാട്ടിലും എപ്പോഴും ശ്രദ്ധിക്കുക ആൾക്കാരിലേക്ക് ജെന്യൂൻ ആയിട്ട് ഓർഗാനിക്കലി അത് ആൾക്കാരിലേക്ക് എത്തുന്നുണ്ടോ, കണക്ട് ആവുന്നുണ്ടോ മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. മില്യൺസിന്റെ നമ്പേഴ്സ് നോക്കാറില്ല. മില്യൺസ് തനിയെ ഉണ്ടാവണം, മില്യൺസ് ഉണ്ടാവണം, ബട്ട് ഇറ്റ് ഷുഡ് കം ഓട്ടോമാറ്റിക്കലി. അതിന് വേണ്ടി മില്യൺ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിനെക്കാട്ടിലും എനിക്കിഷ്ടം ഓട്ടോമാറ്റിക്കലി അതിലേക്ക് എത്തുന്നു എന്ന് പറയും. എനിക്ക് തോന്നുന്നു അതിന്റെ കമന്റ്സിലും അതുണ്ടായിരുന്നു, വളരെ സ്വാഭാവികമായിട്ട് തന്നെ മനസ്സിലേക്ക് കയറുന്ന ഒരു മെലഡി ആണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു പാട്ടിന്റെ ക്രിയേഷനും ആ ഒരു മെമ്മറീസ് ഒക്കെ എങ്ങനെയാ? ആ പാട്ട് എനിക്ക് ബോംബെ പോസിറ്റീവ് എന്ന് പറഞ്ഞൊരു സിനിമയിലെ സോങ് ആണിത്. എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്സ് കമ്പോസ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ്. ഈ പാട്ട് മാത്രമല്ല, എനിക്ക് വളരെ പ്രിയപ്പെട്ട 3 പാട്ടുകൾ ഈ സിനിമയിലുണ്ട്. ഇനിയും അങ്ങനത്തെ 2 പാട്ടിലും കൂടെ ഇറങ്ങാനുണ്ട്, 3 പാട്ടിലും കൂടെ ഇറങ്ങാനുണ്ട്. ഇനിയും 4 പാട്ടിലുണ്ടാവും ടോട്ടലി. അപ്പോൾ അങ്ങനെ എനിക്കൊരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടിലാണ്. കാരണം എനിക്ക് പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യത്തോടെ ചെയ്യാൻ പറ്റിയ പാട്ടിലായിരുന്നു. അധികം റെസ്ട്രിക്റ്റഡ് ആയിരുന്നില്ല. അതായത് ഇപ്പൊ നമുക്ക് വേറെ പടങ്ങളിൽ ഡയറക്ടർമാരൊന്ന് റെസ്ട്രിക്ട് ചെയ്യണു എന്നല്ല അതിന്റെ അർത്ഥം. ഇതില് എന്താ പറയാ, എന്താന്ന് വെച്ചാൽ ചെയ്തോളൂ എന്നുള്ളൊരു 3 സ്പേസുകളായിരുന്നു. പല പടങ്ങളിലും നമുക്ക് എന്താണെന്നോ വെച്ച് ചെയ്യുന്ന സ്പേസുകൾ ആയിരിക്കില്ല. ആ സ്പേസിന് വേണ്ടി തന്നെ ചെയ്യണം എന്തൊക്കെ പറഞ്ഞാലും. കാരണം അങ്ങനെയാണല്ലോ സ്ക്രീൻ പ്ലേ, അല്ലെങ്കിൽ അങ്ങനെയായിരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള റെസ്ട്രിക്ഷൻസ് എന്തായാലും ഉണ്ടാവുമല്ലോ. റെസ്ട്രിക്ഷനെക്കാളും ഉപരി ആ ജോണറിൽ നമ്മൾ ഒതുങ്ങി നിൽക്കേണ്ടി വരും. ഇതിൽ അങ്ങനെയല്ല, ഇതിൽ നമുക്ക് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്
ഈ പാട്ടൊക്കെ എനിക്ക് തോന്നുന്നു ഓൾറെഡി അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പല പോർഷൻസും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വിഷ്വലും കൂടെ കണ്ടിട്ട് പിടിച്ചൊരു പാട്ടാണ്. ആ. അതെ. ആഹാ, നൈസ്. അപ്പൊ ഇത് മനസ്സിൽ മീൻസ് എന്നിട്ട് അവര് പാട്ടിന് ശേഷം ഒന്നും കൂടെ റീവർക്ക് ചെയ്തു, കുറച്ചും കൂടെ ആഡഡ് വിഷ്വൽസ് എടുത്തു. എടുത്തു. അങ്ങനെയാണ് അത് ടോട്ടാലിറ്റി. ഓക്കെ. അത് ഈ വിജയ് യേശുദാസ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ചേട്ടന്റെ ഒരു എന്താ പറയാ പാട്ടുകൾക്ക് ചേർന്നൊരു വോയിസ് ആണെന്ന് ചേട്ടൻ എനിക്ക് എപ്പോഴും ഫിക്സ് ചെയ്തിട്ടുണ്ടോ? ഐ മീൻ അങ്ങനെ എങ്ങനെയാണ് ഫിക്സ് ആ ചെയ്തിട്ടില്ല. കോംബോ? പക്ഷെ വിജയുടെ ശബ്ദം, വിച്ചേട്ടന്റെ ശബ്ദം എന്റെ കമ്പോസിഷന് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒട്ടി നിൽക്കാന്ന് പറയില്ലേ, അത് എന്റെ എനിക്ക് തോന്നാറില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ പാട്ടില്ല ദാസേട്ടന്റെ പാട്ടിലാണ്. ചെറുപ്പം തൊട്ട് കോമ്പറ്റീഷൻസിലാണെങ്കിലും സ്റ്റേജുകളിലാണെങ്കിലും അതിനുശേഷം റിയാലിറ്റി ഷോയിൽ കൂടെ വന്ന ശേഷം ഗാനമേളകളിലാണെങ്കിലും എല്ലാത്തിലും ഞാൻ പാട്ടിൽ ദാസേട്ടന്റെ പാട്ടിലാണ് ഞാൻ കൂടുതൽ പാടിയിട്ടുണ്ടാവുക. ഒരു 70-80%. അല്ലെങ്കിൽ പിന്നെ വേണുചേട്ടന്റെ ജി വേണുഗോപാൽ, അങ്ങനത്തെ ലാളിത്യമാർന്ന മെലഡികളാണ് ഞാൻ പാടി ശീലിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ കമ്പോസിഷനിൽ അത് അറിയാതെ വരുമല്ലോ, ആ ഇൻഫ്ലുവൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ദാസേട്ടന്റെ ശബ്ദമായിട്ട് ഏറ്റവും കണക്ട് ചെയ്ത് നിൽക്കുന്ന ആൾ ദാസേട്ടന്റെ മകന്റെ ശബ്ദമാണ്. അത് എനിക്കൊന്ന് വിച്ചേട്ടന്റെ ഓരോ വയസ്സ് കൂടുന്തോറും ആ ശബ്ദത്തിന്റെ മാധുര്യം ഇങ്ങനെ കൂടി 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 വരുന്നുണ്ട്. ഇപ്പൊ ജോസഫൊക്കെ എത്തിയപ്പോ എന്റെ പീക്കിലായിരുന്നു വിച്ചേട്ടന്റെ ശബ്ദത്തിന്റെ. കാരണം വിച്ചേട്ടൻ മലയാളം ഹാൻഡിൽ ചെയ്യുന്ന രീതി ഭയങ്കര രസമാണ്. അതായത് അത് നന്നായിട്ട് വേറെ ലീഗിലേക്ക് അതിങ്ങനെ മാറിക്കൊണ്ടിരുന്നു. കാരണം വിച്ചേട്ടൻ പണ്ട് പാടിയ പാദബലം തരണം എന്ന് പറഞ്ഞൊരു ഡിവോഷണൽ സോങ് ഉണ്ടായിരുന്നു ചെറുപ്പത്തില്. എനിക്കൊന്ന് വിച്ചേട്ടൻ ചിലപ്പോ ഒരു 3-ോ 4-ലോ പഠിക്കും പാടിയതായിരിക്കണം. അപ്പോ ആ പാട്ട് LKG പാടിയിട്ടാണ് എന്റെ തുടക്കം. അതെ. അപ്പോ അങ്ങനെ ഒരുപാട് കണക്ഷൻസ് ഉണ്ട് വിച്ചേട്ടന്റെ ശബ്ദമായിട്ട് എന്റെ ജീവിതമായിട്ട്. അപ്പൊ എന്റെ ആദ്യ സിനിമ, അല്ലെങ്കിൽ എനിക്ക് എത്രയധികം പേര് നേടുന്ന ജോസഫ് പോലും വിച്ചേട്ടന്റെ ശബ്ദമാണ് അതിലെ മെജോറിറ്റി ഓഫ് സോങ്സ് വന്നത്. അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ, അപ്പൊ അങ്ങനെ ഒരു സിങ്ക്. അപ്പോ എന്റെ കമ്പോസിഷനിൽ വിച്ചേട്ടന്റെ ശബ്ദം അല്ലെങ്കിൽ പുള്ളിയുടെ അപ്രോച്ച് ഒക്കെ അറിഞ്ഞോ അറിയാതെയോ അത് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും അതിനു വേണ്ടി ക്രിയേറ്റ് ചെയ്യേണ്ടി വരുന്നില്ല, അവിടെ സെറ്റ് ആവുന്നുണ്ട്. ആ പാട്ട് ഒന്ന് പാടാം. തൂമഞ്ഞു പോലെന്റെ കൺപീലിയിൽ തോരാതെ പെയ്യുന്നു നീ, മൂവന്തി ചായുന്ന നേരങ്ങളിൽ താരങ്ങളായി നിൻചിരി, വിഴി മൂടി മൂടിടാതെ ഉயிருള്ള കാലമെല്ലാം അലരേ അരികേ തരരാരരാ നനനാനിനാനന, ഉടലുള്ള കാലമെല്ലാം ഉയിരേ ഇനിയും ലിറിക്ക് പെട്ടെന്ന് പറഞ്ഞത് ഹരിയേട്ടന്റെ ലിറിക്സ് ആണ്, ഹരിനാരായണ ചേട്ടൻ. ഇപ്പൊ ഞാൻ വിച്ചേട്ടന്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കോമ്പിനേഷൻ ആണ് ഹരിനാരായണ ചേട്ടനായിട്ട്. ഫ്രം ജോസഫ് ഓൺവേർഡ്സ് കുറെ പാട്ടിൽ ടിൽ തൂമഞ്ഞ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇതൊരു കവിതയാണ്. ആ ഒരു കവിത പോലെ തന്നെ ഒരു കവിതയിലേക്ക് പാട്ട് പെയ്തിറങ്ങിയ പോലത്തെ ഒരു ഫീലാണ് ഈ ഏലമലക്കാടിനുള്ളിൽ എന്നുള്ള പാട്ട് കേൾക്കുമ്പോഴത്തേക്കും, 10-ാം വളവില്. ആ ഒരു പാട്ട് ആക്ച്വലി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു വിനായക് ശശികുമാറിന്റെ അതെ വരികളാണ്. കുറച്ചുകൂടി പ്രകൃതിയോട് സംസാരിക്കുന്നത്, നേച്ചറിനോട് സംസാരിക്കുന്നത്. അതെ. അപ്പൊ ആ പാട്ട് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പ്രകൃതിയിലേക്ക് ഇറങ്ങുക, അങ്ങനത്തെ ആ ഒരു അങ്ങനെയൊന്നുമില്ല. എനിക്ക് എന്റെ മോൻ ജനിച്ച സമയത്ത് കമ്പോസ് ചെയ്ത പാട്ടാണ് ഏലമലക്കാടിനുള്ളിൽ. അപ്പൊ എനിക്ക് എപ്പോഴും അവനായിട്ട് അറിയാതെ കണക്ട് ചെയ്യും. എനിക്ക് പല പാട്ടിലും അങ്ങനെ പല ആൾക്കാരുമായിട്ട് കണക്ഷൻസ് അറിയാതെ സംഭവിക്കാറുണ്ട്. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള സർക്കിളിലുള്ള ആ കണക്ഷൻ എനിക്ക് വരാറുണ്ട്. അപ്പൊ എന്റെ മോൻ ജനിച്ച സമയത്ത് ഉണ്ടായ പാട്ടാണ് ഏലമലക്കാടിനുള്ളിൽ. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു എന്താ ഒരു കണക്ഷൻ, പിന്നെ പ്രകൃതി എന്നല്ല, ഇപ്പൊ ഈ പറഞ്ഞ പോലെ പപ്പേട്ടന്റെ പടമാണ്. പപ്പേട്ടനാണ് എന്നെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ പപ്പേട്ടൻ ആ സിനിമയിലെ ആ സോളമൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ അല്ലെങ്കിൽ ആ ഒരു ഫാമിലിയെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം എനിക്കറിയാം. ഒരു പരിധി വരെ എനിക്കറിയാം. ആ ഇമോഷൻസിന്റെ ഒരു ഡെപ്ത് എനിക്ക് കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ അറിയാതെ തന്നെ വരാറുണ്ട്. പിന്നെ അതേപോലെ അഭിലാഷ് പിള്ളയുടെ എഴുത്താണ്. അഭിയായിട്ടുള്ള കോമ്പിനേഷനും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത്രയും സിനിമകൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവന്റെ ഒരു സ്ക്രീൻ പ്ലേയുടെ ഡൈനാമിക്സ് എന്താണെന്നുള്ള കാര്യം എനിക്ക് തനിയെ സംഭവിക്കും. അതുകൊണ്ട് തന്നെ നല്ല പാട്ടുകൾ ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു കോംബോയിൽ ഇവോൾവ് ആയിട്ട് വന്നിട്ടുള്ള കാരണം അല്ലേ? ഓക്കെ. ആ പാട്ട് നമ്മുടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ ലിങ്കിലും ഓരോ പാട്ടാണ്. അതാണ് വാട്ടേ പാട്ട് എന്നുള്ളത്. ഏലമലക്കാടിനുള്ളിൽ ഒരു 4 മണിപ്പൂ വിരിഞ്ഞേ, 4 മണിപ്പൂവരികിൽ
തേൻ തുമ്പികളും കൂട്ടിരുന്നേ, തെന്നലുടയാടതന്നേ, മണിച്ചിന്തുമൊഴിയോതി വന്നേ, മെല്ലെയതു നാടറിഞ്ഞേ, വാനം ദൂരെയതു കണ്ടുണർന്നേ, അമ്മ മൂക്കിലെന്നുള്ളു നിറഞ്ഞേ, മഴയായി പൊഴിഞ്ഞേ. എനിക്ക് വെരി ഫേവറേറ്റ് ആയിട്ടുള്ള ലിറിക്കാണ് അത്. അമ്മ അമ്മ മുകിലിൻ മുകിലിൻ ഉള്ളു ഉള്ളു നിറഞ്ഞ് മഴയായി പൊഴിഞ്ഞ്. അത് വിനായകന്റെ വരികളും എടുത്തു പറയേണ്ട. പിന്നെ ഹരിചരന്റെ സിംഗിങ്ങും സിംഗിങ് എനിക്ക് ഹരിചരൻ നാല് പാട്ടിൽ പാടി. ഇപ്പൊ സുമതി വരാനുണ്ട്, 4 പാട്ടിൽ പാടി. ഇതുവരെ പാടിയതില് ഹരിചരൺ ഇങ്ങനെ ഞാനാണിത് പാടിയെന്ന് അറിയിക്കുന്ന പോലത്തെ ഒരു സിംഗിങ് എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു പാട്ട് തന്നെയായിരിക്കും സുമതിയിലും വരാൻ പോകുന്നത്. എനിക്ക് ഹരിചരൺ പാടിയതിൽ എലമലക്കാട് പോലെ തന്നെ പ്രിയപ്പെട്ടൊരു സിംഗിങ് സ്റ്റൈലായിരുന്നു ഹരിചരൺ ആ പാട്ടിന് വേണ്ടിയിട്ടും കൊണ്ടുവന്നത്. അത് ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതുപോലെ തന്നെ ലൈഫിൽ ഓരോരോ ഭാഗങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്നതാണ് രഞ്ജിന്റെ ഓരോ പാട്ടുകൾ എന്ന് പറഞ്ഞു. എനിക്ക് ഈ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഫീൽ എന്ന് പറയുന്നത്, ഏതൊരു മനുഷ്യനും അച്ഛനെ കൊടുക്കുന്ന ഒരു പാട്ടായിട്ട്. കാവൽ സിനിമയിലെ എന്നോമൽ നിധിയല്ലേ. ഇത് പറയാനും കാരണമുണ്ട്, ആ പാട്ടിന്റെ താഴെയുള്ള ഒരു കമന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അച്ഛനരികിൽ ഇല്ലാത്ത എനിക്ക് അച്ഛനെ തന്നൊരു ഫീലാണ് ഈ പാട്ട് തന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പം ആക്ച്വലി ഉള്ളിലുള്ള ആ ഒരു മകനാണോ ആ പാട്ട് കമ്പോസ് ചെയ്തത്? തീർച്ചയായിട്ടും ഞാനൊരു ഈ പറഞ്ഞ ഫാമിലി ആയിട്ട് ഒരുപാട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആളാണ്. ചെറുപ്പം തൊട്ട് തന്നെ അങ്ങനെയാണ്. അങ്ങനത്തെ ഒരു ഇമോഷൻസിലൂടെയും അങ്ങനെ ഒരു കൾച്ചറിലൂടെയാണ് പോയത്. അപ്പോൾ സ്നേഹം എന്തായാലും നമ്മൾ കണ്ട് വളർന്ന ആള് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൾക്കാര് ഈ പറഞ്ഞ പോലെ അച്ഛൻ മകൻ ഇമോഷൻ അല്ലെങ്കിൽ അമ്മ മകൻ ഇമോഷൻ, ഇതിലൊക്കെ ഇമ്പോർട്ടൻസും പ്രാധാന്യം കൊടുക്കുന്ന ആള് തന്നെയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണിത്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊന്നും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ എന്നോമൽ നിധിയല്ലേ എന്ന് പറഞ്ഞ പാട്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ നിതിൻ രഞ്ജി പണിക്കരുടെ ഇൻപുട്ടും, ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഒരു മകൻ തന്നെയാണ് നിതിനും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളും വളരെയധികം കണക്ട് ആവുന്നത്. ഒരുപാട് കണക്ഷൻസ് ഉണ്ട് ഈ നമ്മളിപ്പോ ലൈഫിലോട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാടിലൊക്കെ എങ്ങനെയൊക്കെ ഒരു കണക്ഷൻസ്. നിതിൻ രഞ്ജി പണിക്കരെ പോലത്തെ ഇനിയും ഒരുപാട് ആൾക്കാരുണ്ട്, അതിലൊരാളാണ് നിതിൻ. അപ്പൊ നിതിന് ഈ പാട്ട് കൊടുക്കുമ്പോൾ നിതിന് ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഫസ്റ്റ് കേൾവിയിൽ തന്നെ നിതിൻ ഒരക്ഷരം പോലും ഒന്നും പറഞ്ഞ ഒരു കമന്റും ഇല്ല, ഇങ്ങനെ മാത്രമേ കാണിച്ചുള്ളൂ, കാറിഞ്ചുള്ളെന്ന് കേട്ടിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ്ങിൽ കൂടെ, അത് ഫ്രണ്ട്ഷിപ്പും ഉണ്ട് അതിൽ, ഈ പറഞ്ഞ ഫാമിലി അറ്റാച്ച്മെന്റ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളായിട്ടുള്ള ഒരു ബ്ലെൻഡാണ് എന്നോമൽ നിധിയല്ലേ പോലത്തെ പാട്ടുകൾ. ആ പാട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഇതുപോലെ ഇമോഷണലായി അങ്ങനെ ഇതായിട്ടുണ്ടോ? ഇത് ആക്ച്വലി നമ്മൾ ആദ്യത്തെ ഒരു സ്പാർക്കില് എനിക്ക് എപ്പോഴും കമ്പോസ് ചെയ്യുന്ന സമയത്ത് എന്റെ കണ്ണ് ഒന്ന് നിറയും. അത് ഏത് രീതിയിൽ അപ്പോഴും എനിക്കറിയാം ഇത് കുറച്ച് ഓക്കെ ആണ്. എന്റെ ഹൃദയത്തിൽ നിന്ന് വരുമ്പോഴേ എനിക്ക് ആ ഒരു ഇമോഷൻ എന്റെ കണ്ണിൽ എനിക്ക് കിട്ടുള്ളൂ. അപ്പൊ അത് വന്നില്ലെങ്കിൽ ഞാൻ അപ്രൂവ് ചെയ്യാറില്ല ആദ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പലപ്പോഴും ഏതെങ്കിലും ഒരു പോയിന്റിൽ, ഇപ്പോൾ അമ്മ മുകിൽ എനിക്ക് ഉള്ളിൽ നിറഞ്ഞ മഴയായി പൊഴിഞ്ഞെന്ന് പറഞ്ഞ സ്ഥലത്തുമ്പോൾ ചിലപ്പോൾ എനിക്ക് ആദ്യത്തെ കമ്പോസിഷനിൽ ചിലപ്പോൾ എനിക്ക് ചെറിയൊരു ഇമോഷണൽ ഒരു കണ്ണ് നിറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞാൻ കൺഫേം ചെയ്യും, ഓക്കെ ഇറ്റ്സ് ഗുഡ്, ഓക്കെ ആണ് എന്ന് കൺഫേം ചെയ്യും. അപ്പോൾ അതുപോലത്തെ മൊമെന്റ്സ് എന്തായാലും എല്ലാ പാട്ടിലും ഉണ്ടായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. എന്റെ എല്ലാ കമ്പോസിഷൻസ് ചെയ്യുമ്പോഴും അങ്ങനെ വന്നാൽ മാത്രമേ എനിക്കത് അക്സെപ്റ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റൂ. ആ പാട്ടിലാണെങ്കിൽ തന്നെ ലാസ്റ്റ് ഒരു വിസിലിംഗ് പോർഷൻ ഉണ്ട്. അത് ആക്ച്വലി മീൻസ് വേണം എന്ന് വെച്ച് തന്നെ എന്താണ് ആദ്യം ഞാൻ പ്ലാൻ ചെയ്തത് വയലിൻസ് കൊണ്ട് ഒരു ഗ്രൂപ്പ്. ഇതിലെന്താ പറയുക, ഈ പാട്ടിൽ ഒരു 90s വൈബ് കിടപ്പുണ്ട്. എന്നോമൽ നിധിയല്ലേ 90s വൈബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കേട്ട ഒരുപാട് പാട്ടിൽ അത്തരം ഈ ഒരു സ്റ്റൈൽ, ഇങ്ങനെ സിത്താറും ഡോലക്സും തബ്ലയും ഒക്കെ യൂസ് ചെയ്തിട്ടും ഫ്ലൂട്ട്സും ഒക്കെ യൂസ് ചെയ്തുള്ള ഒരു പ്യുവർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ഉള്ള പാട്ടിൽ ജോസഫിന്റെ പ്രത്യേകത അത് തന്നെയായിരുന്നു. അപ്പോ ആ ഒരു വൈബ് ഇപ്പോ ഒരുപാട് വരുന്നില്ല, വല്ലപ്പോഴും വരുന്നെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റാൻഡേർഡ്സിലുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരണം എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും അവസാനം ഈ വിസ്ലിംഗിന്റെ സ്ഥലത്ത് ഞാൻ പ്ലാൻ ചെയ്തത് ഗ്രൂപ്പ് സ്ട്രിങ്സ് ആയിരുന്നു. എന്നിലൊരു ഗ്രൂപ്പ് സ്ട്രിങ്സ് കൊണ്ടൊരു കുറച്ച് വലിയൊരു ഓർക്കസ്ട്രൽ ആയിട്ട് വയലിൻസും കാര്യങ്ങളും പ്ലേ ആവുന്ന പോലെയാണ് ഞാൻ അവിടെ ചിന്തിച്ചത്. പിന്നെയാണ് അത്രയും ബിഗർ സൈസ് ആക്കണ്ട, അതിനേക്കാളും ക്യൂട്ട് ആക്കാം. കാരണം നമുക്ക് സുരേഷ് ചേട്ടന്റെ തിരിച്ചു വരവുള്ള സിനിമയായിരുന്നു. അപ്പൊ നമുക്ക് സുരേഷ് ചേട്ടന്റെ ഈ പറഞ്ഞ ഭരചന്ദ്രനും അല്ലെങ്കിൽ അത് മാത്രമല്ലല്ലോ, അല്ലെങ്കിൽ ചാക്കോച്ചിയും മാത്രമല്ല നമുക്ക് വേണ്ടത്, നമുക്ക് ഡെന്നീസിനെയും വേണമായിരുന്നു. അപ്പോ അതുകൊണ്ട് തന്നെയാണ് ആ വിസ്ലിംഗിലേക്ക് ഞാൻ എത്തിയത്. അതായത് നമുക്ക് സമറിൻ ബത്ലഹേമിലെ ഡെന്നീസിനെയും വേണമായിരുന്നു ആസ് എ ഫാൻ ബോയ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്ത് സുരേഷിന്റെ കംബാക്ക് ആയിരുന്നു. അപ്പൊ അങ്ങനെ അതൊക്കെ ചിന്തയിൽ വന്നിട്ടുണ്ടാവാം. പാട്ട് പാടുന്നതിൽ
എന്നോമൽ നിധിയല്ലേ കൺപീലി നനയല്ലേ എന്നാളും മരികെ ഞാൻ കാവലായി ഉരുകും വേനലകലാനൊന്നു ചൊരിയൂ തൂമഴ മെഴുകിൻ നേർത്ത തിരിയായുള്ളു തെളിയും നാളിതാ എന്നോമൽ നിധിയല്ലേ കൺപീലി നനയല്ലേ എന്നാളും മരികെ ഞാൻ കാവലായി. ഇതുപോലെ തന്നെ നങ്ങേലിപ്പൂവേ, ഉം. എനിക്ക് ആക്ച്വലി ആ വാക്ക് ഉം. അതെന്താണ്, ആ വാക്ക് എന്താ മീൻ ചെയ്യുന്നേ? നങ്ങേലിപ്പൂവേ എന്ന് പറയുമ്പോ നങ്ങേലി അതൊരു എന്തായിരിക്കും? ക്യാരക്ടർ അല്ലേ ആക്ച്വലി? അതെ, ആ കുഞ്ഞു പൂന്നുള്ള രീതിയിലായിരിക്കുമല്ലോ ഇതിലാണ്. ആ, ഓക്കെ. ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതെ. എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോ എപ്പോഴും ഡൗട്ട് ഉണ്ടായി, നങ്ങേലി പൂവേ ഇനി എന്തെങ്കിലും, ഐ മീൻ വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒരു ഡൗട്ട് ഇത് ഉണ്ടായിരുന്നു. ആക്ച്വലി ഈ മാളിപ്പുറമൊക്കെ കമ്പോസ് ചെയ്യുന്ന സമയത്ത് എല്ലാം ലാസ്റ്റ് മൊമെന്റ് പരിപാടികളായിരുന്നു. എനിക്ക് ഉം. തോന്നുന്നു സിനിമയൊക്കെ റിലീസ് ആവുന്ന കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒക്കെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട പാട്ടുകളാണ് ഇതൊക്കെ. ഓ. ഓടിപ്പടഞ്ഞുള്ള എഴുത്തും ഓടിപ്പടഞ്ഞുള്ള കമ്പോസിഷൻസ് ആയിരുന്നു. അപ്പൊ ഞാൻ ആദ്യം അഭിലാഷിനോട് അയച്ചു കൊടുക്കുന്നത്. അപ്പൊ അഭിലാഷിനോട് എന്റെ ഉള്ളിലെ അച്ഛന് വേണ്ടി ഞാൻ തരുന്ന പാട്ടാണ്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യം അവനത് അയച്ചു കൊടുക്കുന്നത്. നങ്ങേലി പൂവേ, ഇത് നിന്റെ പിള്ളേരെ ആലോചിച്ചിട്ട് കേട്ട് നോക്കെന്ന് പറഞ്ഞു. അടിപൊളി. അങ്ങനെയാണ് അത് കൊടുക്കുന്നത്. തന്നെയായിരുന്നു എന്റെ ചോദ്യം. ആ ഉള്ളിലുള്ള അച്ഛൻ പുറത്തു വന്നിട്ടുള്ള ഒരു മൊമെന്റ് ആണ് എന്നുള്ളത് പാട്ടിൽ ഉറപ്പായിട്ടും അറിയാം. പക്ഷെ അതൊരു എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ലൗഡ് അല്ലാത്ത കുറച്ച് സൈലന്റ് അത് വളരെ ട്രീറ്റ്മെന്റ് ആയിരുന്നു. മിനിമലാണ് അതെ, അത്. അതെന്താ അങ്ങനെ ഫിക്സ് ചെയ്യാന്ന് അല്ല, ഉദ്ദേശിച്ചത്? അത് ഈ പറഞ്ഞ കുട്ടിത്തമാണ്. ഈ പാട്ടിലുള്ളിലുള്ളത് കുട്ടിത്തമാണ്. അതായത് മാലയിടാൻ കൊതിച്ച് ഇത്രയും നാൾ കാത്തിരുന്ന കല്ലുവിന് മാലയിടാനുള്ള യോഗം ഉണ്ടാവുന്ന സമയമാണത് ഉം. അച്ഛനിലൂടെ. അപ്പോ ആ കുട്ടിയുടെ സന്തോഷമാണ് നങ്ങേലിപ്പൂവേ എന്ന് പറഞ്ഞ പാട്ട്. ആ കുട്ടിയെ നമ്മൾ കണ്ടുകൊണ്ട് അവളുടെ ഹാപ്പിനെസിന്റെ കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു പാട്ടാണ്. അപ്പൊ അതിന് അതിന്റെ താളം ഉണ്ടാവാൻ പാടുള്ളൂ. ആ കുട്ടിത്തമേ ഉണ്ടാവാൻ പാടുള്ളൂ. അതിനെ നമ്മൾ വളരെ ബിഗർ സൈസിലേക്കൊന്നും ചിന്തിക്കാൻ പാടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ആ പാട്ടിന്റെ ട്യൂൺ വരുന്ന അനുസരിച്ചുള്ള കോഡ്സും കാര്യങ്ങളും, അതല്ലാതെ എന്റെ സൗണ്ടിങ് കാണിക്കാൻ ഇല്ല. വേണ്ടിയിട്ടും അതൊന്നും അങ്ങനത്തെ ചിന്തയൊന്നും അതിലില്ല. ഇറ്റ്സ് ഓൾ ഇമോഷൻ. അത് ഇമോഷനാണ് ഇതിന്റെ അടിസ്ഥാനം. അപ്പൊ ആ ഇമോഷന്റെ കൂടെ ട്രാവൽ ചെയ്ത പാട്ടാണത്. കുട്ടിത്തമാണ് ഇതിന്റെ ബേസിക് വികാരം. എന്നാൽ ആ കുട്ടിയുടെ ഉള്ളില് നിറഞ്ഞു കവിയുന്ന സന്തോഷമുണ്ട്. അവൾ ഇത്രയും നാൾ കൊതിച്ച അവളുടെ മലയാത്ര സംഭവിക്കാൻ പോകുന്നു. അപ്പൊ അവള് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും അവളുടെ ഹൃദയം ഇങ്ങനെ തുളുമ്പുന്നുണ്ട്. ലാസ്റ്റ് മൊമെന്റ് മാജിക്കിൽ വന്നിട്ടുള്ള അതാണ് അപ്പൊ അതിന്റെ ഒരു ഇമോഷൻ. ഓക്കെ. ഷുവർ, ഞാൻ തന്നെ പാടിയത്. അതെ, അതെ. നങ്ങേലിപ്പൂവേ. നങ്ങേലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ ചങ്ങാതിവാവേ നിന്നോടു കൂടെ കണ്ണായി ഞാനില്ലേ ചെറുനാട്ടുപാതകളിൽ കനവിൻ്റെ മാമലയിൽ തളരാതെ നീ ചുവടേറവേ തണലായി ഞാനരികെ നങ്ങേലിപ്പൂവേ കുന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ ചങ്ങാതിവാവേ നിന്നോടു കൂടെ കണ്ണായി ഞാനില്ലേ. നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ എന്താ പറയാ, ചേർന്ന് നിൽക്കും, നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ അലിഞ്ഞിറങ്ങും. അതുപോലെ തന്നെ പാട്ടിലെ വരികളാണ്, നിന്നിഴൽ പോലെ വിമുഖമായി അഗാധമായി ചേർന്നിടാം ഞാൻ. അത് പാട്ടിലെ വരികളാണ്. പാൽനിലാവിൻ ആ പാട്ട് ആക്ച്വലി അതുപോലെ പാട്ട് പറയുമ്പോഴേ ഈശ്വര എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത്രയും ടൈം എടുത്ത് കമ്പോസ് ചെയ്യപ്പെട്ട ഒരു പാട്ടാണത്. ഒരുപാട് വിനായകാണെങ്കിലും ഈശ്വര എന്ന് പറഞ്ഞു പോകും. കാരണം നമ്മൾ അത്രയും സമയം എടുത്തിട്ടും എല്ലാവരും അതൊരു വലിയൊരു കൂട്ടായ്മയുടെ പരിണാമമായിരുന്നു. പാൽനിലാവിൻ പൊയ്കയിൽ എന്ന് പറഞ്ഞ പാട്ട്. അതൊരു എന്താ പറയാ, ഞാൻ തന്നെ കമ്പോസ് ഒന്നാമത്തെ കാര്യം ബോബി സഞ്ജയ് എന്ന് പറയുന്ന റൈറ്റേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത് എന്റെ ഭയങ്കര ആഗ്രഹം ഉള്ളൊരു കാര്യമാണ്. ചെറുപ്പം തൊട്ട് തന്നെ ഞാൻ ഫോളോ ചെയ്തു വന്ന റൈറ്റേഴ്സാണ് ബോബി സഞ്ജയ്. ഒരുപാട് ഇഷ്ടമുള്ള റൈറ്റേഴ്സാണ്. അതുകൂടാതെ ഉയരേക്ക് ശേഷം മനു അശോകൻ സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന് പറയുന്നത് ഞാൻ അല്ല ആ സിനിമ ചെയ്യുന്നതെങ്കിലും ഞാൻ കാത്തിരിക്കുന്ന ഒരു ടീമപ്പാണല്ലോ അവരെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്നെ അവര് കൊണ്ട് ഇൻക്ലൂഡ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ വലിയ അഭിമാനമുള്ള കാര്യമാണ് എനിക്ക്. പിന്നെ ഈ പാൽനിലാവിൻ കമ്പോസ് ചെയ്യാൻ എടുത്തത് മാസങ്ങൾ എടുത്തു എന്നതിലുപരി, അല്ലെങ്കിൽ ദിവസങ്ങൾ എടുത്തു എന്നതിലുപരി, നമ്മൾ കമ്പോസ് ചെയ്യാനല്ല ദിവസങ്ങൾ എടുക്കുന്നത്, ആ കമ്പോസിംഗിലേക്ക് എത്താനാണല്ലോ. അപ്പോൾ
ആ എത്തിപ്പെടലായിരുന്നു സമയമെടുത്ത ഒരു പ്രോസസ്. പാൽനില ആദ്യം ഞാൻ എനിക്ക് എപ്പോഴും ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു, ഏത് ആദ്യത്തെ ട്യൂൺ കൊടുത്താലും ഓക്കെ ആവുന്നത്. എപ്പോഴും എന്റെ ഫസ്റ്റ് ട്യൂൺ എനിക്ക് അധികം റിജക്ഷൻസ് വന്നിട്ടില്ല, ജോസഫ് തൊട്ട് തന്നെ. ഫസ്റ്റ് ട്യൂണാണ് എപ്പോഴും. അങ്ങനെ ഞാൻ അങ്ങനെ എത്തിയിട്ടേ കൊടുക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് സംഭവിക്കാറ്. പക്ഷെ ഇത് ആദ്യത്തെ ട്യൂണെ കൊടുത്താ ഇപ്പൊ വരും, കൊള്ളാ രഞ്ജൻ എന്ന് പറയുന്നവരിങ്ങനെ വരുന്ന പറയുമ്പോ ആയിട്ടില്ല രഞ്ജൻ, ഓക്കെ അപ്പൊ നമുക്ക് ഇനി അടുത്തത് പിടിക്കാം. ഓക്കെ അപ്പൊ ഞാൻ ഇനി അടുത്തത് പിടിക്കും. അപ്പൊ ഇത് പിയാനോ ഓറിയന്റഡ് ആയിട്ട്, പിന്നെ ഗിറ്റാർ ഓറിയന്റഡ് ആയിട്ട് പോകാന്ന് പറഞ്ഞാൽ ഗിറ്റാർസ് ഓറിയന്റഡ് ആയിട്ട് കമ്പോസ് ചെയ്ത് കൊടുക്കും. അപ്പൊ ഏറ്റില്ല രഞ്ജൻ. അപ്പൊ അങ്ങനെ 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 എനിക്ക് തോന്നുന്നു 7-8 ട്യൂണൊക്കെ ഞാൻ കമ്പോസ് ചെയ്തിട്ടാണ്. അപ്പോ അത് വരുത്തിച്ചു എന്നാ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് മനു അശോകൻ, ബോബി സഞ്ജയ്, സഞ്ജു ഇവർ രണ്ടുപേരാണ് ശരിക്കും ഇതിനു വേണ്ടി ഇങ്ങനെ കഠിന പ്രയത്നം അത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആക്ച്വലി ഇപ്പൊ ഞാൻ കൊടുത്തേ പറ്റൂ, വേറെ എനിക്ക് വേറെ വഴിയില്ല, ഞാൻ അത് കൊടുത്തേ പറ്റൂ. അല്ലെങ്കിൽ അത് അവർക്ക് എടുക്കാൻ അറിയാം, അത്രയും അതാണ് അവരുടെ പ്രത്യേകതയും. അത് തന്നെയാണ് അവരുടെ വർക്ക് ചെയ്യാൻ എന്ന് ഞാൻ എക്സൈറ്റഡ് ആവുന്നതും ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യം. ഇപ്പോഴും ഞാനൊരു സീരീസ് അവരുടെ കൂടെ ചെയ്തിരിക്കുകയാണ്, ഐസ് എന്ന് പറഞ്ഞൊരു സീരീസ്. അപ്പൊ അത് ഓൾമോസ്റ്റ് കഴിഞ്ഞു. സൂൺ ഉണ്ടാവും. ആ ഒരു പാട്ടിലാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് സിതാരേച്ചിയുടെ ആ ഒരു വോയിസിന്റെ ഡെപ്ത് അത്രയും ലൗഡായിട്ട് നിൽക്കുന്ന ഒരു പാട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഏനുണ്ടോടിയാണ് പിന്നെ എനിക്ക് അത് കഴിഞ്ഞിട്ട് സിതാരയുടെ ഏറ്റവും ഗംഭീര ഡെലിവറി ചെയ്ത ഒരു പാട്ടാണ് പാൽനിലാവൻ. 100%. അത് എനിക്ക് ഒരുപാട് മണിക്കൂറുകൾ എടുത്ത് ഞങ്ങള് റെക്കോർഡ് ചെയ്ത പാട്ടാണ്. സിതാര ഒരുപാട് മണിക്കൂറുകൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ ഞാനും സ്പെൻഡ് ചെയ്തു. ഞങ്ങൾ ഒരുമിച്ച് റെക്കോർഡിങ്ങിന് വേണ്ടി ഒരുപാട് മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്തിട്ടാണ് കൺഫേം ചെയ്യുന്നത്. എനിക്ക് സിതാര ഒരു സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പാടുന്ന പോലെ പാടണമെന്നായിരുന്നു ആഗ്രഹം. സിതാരയോട് ആദ്യം ഞാൻ പറഞ്ഞ ഇൻപുട്ട് അതിന് മുന്നേ തന്നെ ക്ലാസ്സുകൾ കൊടുത്തു കഴിഞ്ഞു. വാട്സാപ്പിൽ കൂടെ ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. സിതാരക്ക് ഇങ്ങനെ വേണം, സിതാര അങ്ങനെ വേണം, എല്ലാം പാവം കൊച്ചു കുട്ടിയെ പോലെ കേട്ട് എല്ലാത്തിനും ഉത്തരം എന്തായാലും അങ്ങനെ പാടാം ഇങ്ങനെ പാടാന്ന് പറഞ്ഞ് സിതാര എക്സാക്ട്ലി ഫോളോ ചെയ്തു. സിതാരയ്ക്കും അത് വലിയൊരു ക്രെഡിറ്റ് ഉണ്ട്. കാരണം നമ്മുടെ ഒരു ജേണിയുടെ കൂടെ അതേ വേവ് ലെങ്തിൽ നിന്നു എന്നുള്ളതാണ്. അല്ലാതെ അവിടെ സിതാര എനിക്കറിയാം ഞാൻ അത്ര പാട്ട് പാടുന്ന ആളല്ലേ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. അവിടെ ബാക്കിയൊന്നും പിന്നെ സംഭവിച്ചിട്ട് പറഞ്ഞിട്ടും കാര്യമില്ല, പിന്നെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോ അതാണ് അവിടെ സംഭവിച്ചത്. അപ്പൊ സിതാര അങ്ങനെ ഒരു സംഭവം എനിക്ക് തന്നത്. ഒരു 10-15 മണിക്കൂറൊക്കെ പാടിയിട്ടുണ്ടാവും ഞങ്ങൾ 2 ദിവസത്തില്. അതെ ഓരോ വാക്കുകളും കാര്യങ്ങളൊക്കെ എക്സാക്ട്ലി എന്താണ് അതായത് ഈ പറഞ്ഞ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിന് ഇപ്രാവശ്യമെങ്കിലും എനിക്ക് ഫസ്റ്റ് അടിച്ചേ പറ്റൂന്ന് പറയണം, അല്ലെങ്കിൽ A ഗ്രേഡെങ്കിലും കിട്ടണമെന്ന് പറയുമ്പോൾ പാടില്ലേ, ആ ഒരു കുട്ടിയുടെ മനസ്സാണ് എനിക്ക് ആ പാട്ടിന് വേണ്ടത്. അല്ലാതെ ഒരു പ്ലേ ബാക്ക് സിംഗറുടെ മൈൻഡ് സെറ്റ് അല്ല എനിക്ക് അതിൽ വേണ്ടത്. ഒരു പക്ക ഒരു ഗവൺമെന്റ് സ്കൂളിൽ വന്നിട്ട് പാടുന്നു, ആ ഒരു സംഭവം കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സിതാര എക്സാക്ട് ആയിട്ട് ഡെലിവറി. അതിനുള്ളിൽ വേണ്ട എല്ലാ സിനിമാറ്റിക് എസൻസും കൂടെ സിതാരയുടെ കാലിബറിലൂടെ ഓട്ടോമാറ്റിക്കലി സംഭവിച്ചു. അപ്പോ സിതാരയുടെയും വിനായകന്റെയും ഒക്കെ ഒരു പാട്ടാണത്. ശരിക്കും ഭയങ്കര വണ്ടർ. എനിക്ക് അത് ഇറങ്ങിയ സമയത്ത് ഐ മീൻ സിനിമ ഏതാണെന്നറിയില്ല, പാട്ട് ഏതാണെന്നറിയില്ല, പക്ഷെ റിപ്പീറ്റഡ്ലി ഇങ്ങനെ ആ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും ആ സിനിമയുടെ ഹോൾ സ്വഭാവം. ആ സിനിമ എത്ര ഡെപ്ത് ഉള്ള സിനിമയാണെന്ന് അറിയാലോ, കണ്ട എല്ലാവർക്കും അറിയാം. ആ സിനിമയുടെ കോംപ്ലക്സിറ്റീസിനെ പറ്റിയിട്ട് ഞാൻ പറയേണ്ട കാര്യമില്ല. അപ്പോ ആ ഇന്നർ കോംപ്ലക്സിറ്റീസ് എല്ലാം ഈ പാട്ടിലുണ്ട്. അത് ഞാൻ പോലും അറിയാതെ എനിക്ക് തോന്നുന്നു അത് വന്ന് സംഭവിക്കപ്പെടുകയാണ്. കാരണം ഇത്രയും ഓപ്ഷൻ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ അതായിട്ട് ജെല്ലാവും, ഭയങ്കരമായിട്ട് ജെല്ലാവും കഥാപരമായിട്ട്. കാരണം അവരത്രയും സഞ്ജോട്ടനൊക്കെ എന്നോട് പറയാറുണ്ട്, രഞ്ജൻ ചിലപ്പോൾ ഞാൻ ഒരു സീൻ എഴുതിയിട്ട് 60-100 പേപ്പർ ചുരുട്ടി കളഞ്ഞിട്ടാണല്ലോ നമ്മൾ കൺഫേം ചെയ്യുന്നത്. അപ്പൊ അതേ അവസ്ഥ മ്യൂസിക്കിലും ഒക്കെ ഉണ്ടാവാം. അപ്പൊ അതൊരു വലിയ പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ എന്നും ഏത് സിനിമ ചെയ്യുമ്പോഴും മനസ്സിൽ കീപ്പ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് സഞ്ജോട്ടൻ പറഞ്ഞ. പാൽ നിലാവിൻ പൊയ്കയിൽ വെൺ തുഷാരം പെയ്തപ്പോ എൻ കിനാവും മഞ്ഞു തൂകും നിൻ മുഖം ഞാൻ കാണിക്കാണി. കൊറേ റിപ്പീറ്റഡ്ലി കേട്ടിട്ടുള്ള പാട്ടായത്, ഭയങ്കര ഇഷ്ട. അതുപോലെ തന്നെ ചേട്ടന്റെ പാട്ടില് ഈ ഒരു തബല അല്ലെങ്കിൽ ഡോലക്സ് അത് കൂടുതൽ ഇന്ത്യൻ സോങ്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് തമിഴിലേക്ക് പോയപ്പോ തമിഴിലേക്കും കൊണ്ടുപോയി. പേസുമഴ എങ്ങനെയാണ് ആ പാട്ട് അതിന്റെ ക്രിയേഷൻ? പേസുമഴ എങ്ങനെ ക്രിയേറ്റ് ആയെന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി പേസും മഴ എന്ന് പറഞ്ഞ ആ ട്യൂണ്
ആ ട്യൂൺ കമ്പോസ് ചെയ്യുന്നത് നമ്മുടെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പിന്നെ റീസെന്റ് മിഥുൻ ചേട്ടനെ കണ്ടപ്പോൾ ആർ ജെ മിഥുൻ ഉം, ഉം, മിഥുൻ ചേട്ടനെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉം. മിഥുൻ ചേട്ടനും അൻസിബയും കൂടെ ഒരു ആൽബം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഹോ. അപ്പൊ ആൽബത്തിന് വേണ്ടിയിട്ട് അവരൊരു ഒരു പാട്ട് ശ്രീലങ്കയിൽ ഷൂട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ ഒരു പാട്ട് കമ്പോസ് ചെയ്യാൻ എന്നെ കൊണ്ട് പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു തുടക്കം ഈ 4 വരെ ഞാൻ ആദ്യം കമ്പോസ് ചെയ്യുന്നത്. എന്നിട്ട് അത് വിട്ടു. ആ പ്രൊജക്ട് നടന്നില്ല. പിന്നെ ആ പാട്ടൊക്കെ ഞാൻ മറന്നു ആക്ച്വലി. പിന്നെ അതിനുശേഷം ഈ യുഗി എന്ന് പറഞ്ഞ ഈ തമിഴ് മൂവിയുടെ കമ്പോസിഷൻ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഏകദേശം ഒരു ട്യൂൺ ഇങ്ങനെ വന്നോണ്ടിരിക്കുക. ഈ അതുപോലെ തന്നെ വന്നോണ്ടിരിക്കുന്നു. അതേ ഒരു സിങ്കോപ്പേഷനിലുള്ള ഒരു പരിപാടി വരും. ഇതുപോലത്തെ എന്തോ ചെയ്തിട്ടുണ്ടോ ആലോചിച്ചിട്ടാണ് ഞാൻ ഈ പാട്ട് തപ്പിയെടുക്കുന്നത്. അപ്പൊ ശരിയാണ്, ഇതേപോലത്തെ ട്യൂൺ ഞാൻ ഓൾറെഡി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആ പാട്ടിൽ പിന്നെ ബാക്കിയെല്ലാം അതിനെ ബേസ് ചെയ്ത് അങ്ങോട്ട് പോയി. അങ്ങനെയാണ് സംഭവിച്ചത്. പക്ഷെ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിന്റെ ഡയറക്ടർ ഈ പറഞ്ഞ സാക് ഹാരിസ്, ഈ യുഗിയുടെ ഡയറക്ടർ. അപ്പൊ സാക്കിന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ലൈഫിൽ ഏറ്റവും സങ്കടങ്ങളിലും ഡിപ്രഷനിലൊക്കെ പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ അവസ്ഥയിൽ പുള്ളി UK-ലോ എന്തോ ആയിരുന്നു ആ സമയത്ത് ഞാൻ മെട്രോയിലൊക്കെ ഇങ്ങനെ പോവും, ഒന്ന് റിലാക്സ്ഡ് ആവാനായിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഉയരുന്നാഥനെയാണ്. അതാണ് എന്നെ ഹീൽ ചെയ്തിട്ടുള്ളതെന്ന് പുള്ളി പറയും. അപ്പോൾ ഈ ഉയരുന്നാഥിനെ ഹീൽ ചെയ്ത ഒരു ഡയറക്ടർ, അപ്പോൾ പുള്ളിക്ക് ആ ഒരു അപ്രോച്ചും ആ ഒരു റിതംസും ഒക്കെ ഇഷ്ടമുള്ള സാധ്യത, ഇതെന്റെ സൈക്കോളജി വർക്ക്ഔട്ട് ആയി തുടങ്ങി. ആ റിതംസ് ഇഷ്ടമാവാൻ സാധ്യതയുണ്ട്. സോ നമുക്കൊരു കാര്യം ചെയ്യാം, ഏകദേശം ഉയരുന്നാഥിനെയൊക്കെ പോലെ തന്നെ ടൈറ്റ് ആയിട്ടുള്ള ഒരു റിതം എന്തായാലും തമിഴിൽ വന്നിട്ടില്ലല്ലോ. അതായത് നമ്മുടെ ഉയരുന്നാഥിന് മലയാളത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതുപോലത്തെ ഒരു റിതം. അപ്പൊ നമുക്ക് വൺസ് ഒന്നും കൂടെ, ഞാൻ എപ്പോഴും ഒരു പാട്ട് ചെയ്ത്, ഇപ്പൊ പൂമത്തോളെ പോലത്തെ ഒരു പാട്ട് ഞാൻ പിന്നെ കമ്പോസ് ചെയ്തിട്ടില്ല. അതേപോലത്തെ പാട്ടിൽ അധികം കമ്പോസ് ചെയ്യാൻ ട്രൈ ചെയ്യാറില്ല, അടുത്ത പരിപാടികളൊക്കെ പോകാറുള്ളൂ. പക്ഷെ ഇതിനെ വിചാരിച്ചു ഓക്കെ അതുപോലത്തെ റിതം നമുക്ക് ഉണ്ടെന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഉയരുന്നാഥനയുടെ അപ്രോച്ചിലുള്ള റിതംസ് ആണ് ഞാൻ എഗൈൻ ഒന്നും കൂടെ ആ പാലറ്റിലാണ് ഞാൻ ഈ പാട്ടിൽ വർക്ക് ചെയ്തത്. അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ ക്യൂട്ടായിട്ടുള്ള ട്രിക്കി ആയിട്ടുള്ള ചില കഥകൾ കൂടെ ഉണ്ട്. അതെ, മനസ്സിൽ കീഴടക്കാനായിട്ടുള്ള. கடவுள் தந்த கவிதை போல உனை நான் பார்க்கிறேன், இதற்கு மேல என்ன வேண்டும் என்னை நான் கேட்கிறேன், இருவிழியில் இதயம் தூங்க தினசரி உன் கனவை வாங்க இனி இவளின் 2ஆம் பாகம் நீ அல்லவா, பேசும் மழையே ஹோ நனைய வரவா, பூவின் இதழாலே புனைய வரவா, சாலை நிழல் போல அலைய வரவா, மாலை நிலவோடு துளைய வரவா. ഇത് പ്രദീപിന്റെയും സൈന്ദവിയുടെയും ഒരു വലിയൊരു ഇൻപുട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഈ പാട്ടില്. നല്ല ഗംഭീരമായിട്ട് അവർ പാടിയത്. പിന്നെ കപിലൻ, ഈ പറഞ്ഞ പോലെ കപിലൻ സാർ എഴുതിയ വരികള് ലൈക് പ്യൂർ മാജിക് ആണ്. ഭയങ്കര ഈ കവിത പോലെ തന്നെ കവിത പോലെ എഴുതി വെച്ചിട്ടുണ്ട്. ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത രഞ്ജിൻ എന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു ബ്രേക്ക് തന്നിട്ടുള്ള പാട്ട് പൂമത്തോളെ. അതെ, പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്താ പറയാ, ഒരുപാട് അടുത്ത് നിൽക്കുന്ന പാട്ടാണ്. അമ്മയെ ഓർത്ത് കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടാണ്. ഇമോഷൻസ് സേഫ് ആണ് എന്റെ കയ്യിലെന്ന് മോളിവുഡിനെ തെളിയിച്ചിട്ടുള്ള ഒരു പാട്ടാണ്. അങ്ങനെ ഒരുപാട് പറയാനുണ്ടാവും ആ പാട്ടിനെ പറ്റിയും ജോസഫിനെ പറ്റിയിട്ട്. തീർച്ചയായും ആദ്യ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു സിനിമ കിട്ടുന്ന ഒരു അവസ്ഥ പോലെ അല്ല. ആദ്യ സിനിമ എന്ന് പറയുന്നത് ഒരു വലിയൊരു ജേണിയാണ്. നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് കൊതിച്ച മോഹിച്ച ഒരു സ്പേസ് നമുക്ക് കിട്ടുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിലെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതമാണ് ആ പാട്ടുകൾ. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു എല്ലാ പാട്ടിലും ഞാൻ ഓൾറെഡി പൂമത്തോളെ ഒഴിച്ച് ബാക്കി എല്ലാ പാട്ടിലും കമ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെ തന്നെ, പടത്തിന്റെ ഷൂട്ടിനൊക്കെ മുന്നേ. പടം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ വിഷ്വൽസ് വെച്ച് ചെയ്ത പാട്ടാണ് പൂമത്തോളെ. അപ്പൊ ആ സ്ഥലത്ത് ഒന്നിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലോ BGM-ലോ പോകേണ്ട ഒരു സ്പേസ് ആണത്, അത് പാട്ടായിട്ട് മാറിയതാണ്. അപ്പോ അത് ഷാഹി ചേട്ടൻ പറയാറുണ്ട്, ഷാഹി കബീർ, അവിടെ 2-3 ഡയലോഗ്സും കൂടെ ആഡ് ചെയ്തിരുന്നെങ്കിൽ അവിടെ ഒരു പാട്ടേ ഉണ്ടാവില്ല ചിലപ്പോ എന്ന് പറയും. അപ്പോൾ ജോജു ചേട്ടന്റെ ഒരു മ്യൂസിക്കിനോടുള്ള അതിതീവ്രമായ പ്രണയം അതൊരു കാര്യമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ചിലപ്പോ ഈ പൂമത്തോളെ ഉണ്ടായത്. അദ്ദേഹത്തിന്റെ പാട്ട് വേണം എന്നുള്ളൊരു നിർബന്ധം. ജോജുചേട്ടൻ അത് പാട്ടിന്റെ ഭയങ്കര ഒരു വലിയ പാട്ടിനെ സ്നേഹിക്കുന്ന, സംഗീതത്തെ സ്നേഹിക്കുന്ന ഒരു വലിയൊരു വ്യക്തിയാണ് ജോജുചേട്ടൻ. അപ്പൊ
അപ്പോൾ ജോയി ചേട്ടൻ അവിടെ പാട്ട് വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കണ്ണത്ത ദൂരമൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ണത്ത ദൂരത്തിന്റെ വേറൊരു ഫോം നിനക്ക് ചെയ്തോടെ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തോട്ടൊക്കെ ഒരു ആക്ടറിന് ഉണ്ടാവുന്നത് വലിയ കാര്യമല്ലേ. അതെ അതെ മ്യൂസിക്കലി തീർച്ചയായിട്ടും. അത്രയും നല്ലൊരു തോട്ട്, ഒരു മ്യൂസിഷ്യൻ ചിന്തിക്കുന്ന പോലെ ഒരു ആക്ടർ ചിന്തിക്കുന്നത്, അതെ അത് അത്രയും പുള്ളിയുടെ ഉള്ളിൽ ഡയറക്ടർ ഉണ്ടായിരുന്നത് കൊണ്ട് ഉള്ളത് കൂടെ അതെ കൊണ്ടാണ്. അതെ. അപ്പോൾ അതാണ് പുള്ളി പണിയിൽ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കരമായിട്ട്, പിന്നെ ഈ പറഞ്ഞ പപ്പേട്ടനായിട്ടുള്ള ഒരു അടുപ്പം. പപ്പേട്ടൻ വേറെ എന്താ പറയുക, നമ്മളെ ഫ്രീ ആയിട്ട് വിട്ടിട്ടും, അതായത് പുതിയ ഒരു മ്യൂസിക് ഡയറക്ടർ ആണെങ്കിലും തരേണ്ട എന്താ സ്നേഹവും ഒരു റെസ്പെക്റ്റും സ്പേസും ഒക്കെ തന്നിട്ടാണ് പപ്പേട്ടനെ പോലത്തെ ആ സമയത്ത് ഇത്രയും ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സീനിയർ മോസ്റ്റ് ഡയറക്ടറാണ്. അപ്പോൾ പപ്പേട്ടനെ ഈ പറഞ്ഞ പോലെ ജോയി ചേട്ടനെയും എന്നെയും ശരിക്കും പറഞ്ഞാൽ പാട്ടുകൾ ചെയ്യുന്ന സമയത്ത് ഫ്രീ ആക്കി വിട്ടിട്ടുണ്ട് പല സമയങ്ങളിലും. അത് പപ്പേട്ടൻ എടുത്ത ചില തീരുമാനങ്ങളാണ്. എന്നിട്ട് പപ്പേട്ടൻ വേണ്ട സ്ഥലങ്ങളിൽ മാത്രം പപ്പേട്ടൻ വരുള്ളൂ. വരും. അത് ബാക്കി സമയങ്ങളിൽ നമ്മൾ ഫ്രീ ആക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് പല പാട്ടും ചെയ്യാൻ പറ്റുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇപ്പോൾ ശരിയല്ലെങ്കിൽ അതെല്ലാം ഈ പെട്ടെന്ന് അങ്ങനെ പറയും. അങ്ങനെ ഒരുപാട് കേട്ട് കുറെ കേട്ട് നോക്കി അങ്ങനെയൊന്നുമില്ല. പെട്ടെന്ന് തന്നെ എന്താ വേണ്ടെന്നുള്ള കാര്യം കറക്റ്റ് ആയിട്ട് കറക്റ്റ് പറയാം. ആയിട്ട് പറയും. അപ്പൊ അത് ജോസഫിലെ പാട്ടുകൾ ചെയ്ത് തീർക്കാൻ, ഈസി ആയിട്ട് ചെയ്ത് തീർക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു പാട്ടും രണ്ടാമത്തെ ട്യൂൺ ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവില്ല. ഉയരുന്നാഥനെ മാത്രമായിരിക്കും, ഇല്ല അതുമില്ല, എല്ലാം ഫസ്റ്റ് ട്യൂൺ. ഫസ്റ്റ് ഉയരുന്നാഥനെ എന്റെ മനസ്സിൽ അപ്രോച്ചുകൾ പലതും ഉണ്ടായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ ഞാൻ തന്നെ തിരുത്തിയ ശേഷം ഇതാണ് കേൾപ്പിച്ചു കൊടുക്കുന്നത്. എങ്ങനെ, എനിക്ക് ആക്ച്വലി ഒരു ഡൗട്ടാണ്, ഈ ഡിവോഷണൽ സോങ്സിനോട് ഇത്ര സ്നേഹം അത് അതൊരു എല്ലാ പാട്ടിലും എനിക്ക് തോന്നുന്നു ആ ഒരു ഡിവിനിറ്റി അല്ലെങ്കിൽ ആ ഒരു ഡിവോഷണൽ ടച്ചും ഉണ്ട് എന്നുള്ളതാണ്. ഈ ഡിവോഷണൽ ഞാൻ സത്യം പറഞ്ഞ ഉയരുന്നാഥനെ ചെയ്യുന്ന വരെയും ഞാൻ ഒരു ചർച്ചിലും പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല. ഉയരുന്നാഥനേക്ക് മുന്നേ, അതായത് ജോസഫിന്റെ സമയത്ത് കേട്ടോ, ജോസഫിന്റെ സമയത്ത് ഞാൻ ചർച്ചിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് അവിടുത്തെ വൈബ് അറിയാൻ വേണ്ടിയിട്ടും എനിക്ക് അവിടെ പോയിട്ട് പ്രാർത്ഥിക്കാൻ, ഞാൻ എവിടെ ഈ പറഞ്ഞ സ്പിരിച്വൽ ആയിട്ടുള്ള സ്പേസുകളിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. എനിക്ക് എവിടെ സമാധാനം കിട്ടുമെന്ന് മാത്രം ഞാൻ നോക്കിയാൽ മതിയല്ലോ. അപ്പൊ ഞാൻ ചർച്ചിൽ ഈ ജോസഫൊക്കെ ഇറങ്ങുന്ന ഒരു 3-4 മാസം മുന്നേക്ക് ഞാൻ പോയി തുടങ്ങിയിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ. നൊവേനയൊക്കെ കൂടാനൊക്കെ ഞാൻ പോകുമായിരുന്നു. അപ്പോ അപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ അവിടുത്തെ ഒരു വൈബ് ശരിക്കും കിട്ടുന്നത്. ഉയരുന്നാഥനെ ഞാൻ പക്ഷെ അതിനുശേഷം കഴിഞ്ഞ 6 വർഷമായിട്ട് ഞാൻ മിക്ക ആഴ്ചകളിലും ഞാൻ ചർച്ചിൽ പോകും. ഈ ആഴ്ചയിൽ ഞാൻ പോയിട്ടുണ്ട്, എപ്പോഴും ഞാൻ പോകും. അപ്പോ അതായത് എനിക്ക് അവിടെ പോയി കിട്ടിയ വൈബ് ഉണ്ടായ പാട്ടല്ല എന്തായാലും ഉയരുന്നാഥനെ. ഒരുപാട് ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് കേട്ട് വളർന്ന ആളുമല്ല ഞാൻ ആക്ച്വലി. അപ്പോൾ അതാ പറഞ്ഞത്, അതൊരു ദൈവാനുഗ്രഹം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് എന്താണോ അത് റിഫ്ലക്ട് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അവിടെ വേറെ ഏത് തരം പാട്ടുകളെന്നാണ് ഞാൻ ചെറുപ്പം തൊട്ട് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് കർണാട്ടിക് റിലേറ്റഡ് ആയിട്ടുള്ള, ഈസ്റ്റേൺ റിലേറ്റഡ് ആയിട്ടുള്ള ഹിന്ദു ഭക്തി ഗാനങ്ങളാണ് കൂടുതൽ കേട്ടിട്ടുണ്ടാവുക. കാരണം എന്റെ ചെറുപ്പം എന്നൊക്കെ പറഞ്ഞാൽ എന്റെ വീട് അമ്പലത്തിന്റെ തൊട്ടടുത്താണ്. പാലക്കാട് പോലത്തെ നെന്മാറ പോലത്തെ ഒരു ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. അച്ഛൻ രാവിലെ എണീക്കുമ്പോൾ അവിടെ മയിൽപീലിയും അല്ലെങ്കിൽ അങ്ങനത്തെ പാട്ടുകൾ, മയിൽപീലി പോലെ, ചന്ദന ചർച്ചിത പോലെയുള്ള പാട്ടുകൾ, അല്ലെങ്കിൽ പവിഴമല്ലി പോലത്തെ ഡിവോഷണൽ ആൽബങ്ങളാണ് അവിടെ എപ്പോഴും കൂടുതലും. അല്ലെങ്കിൽ ഉത്തുക്കാട് കൃതി, സലേപ്പായുധ പോലെയും അങ്ങനത്തെ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ. തായ യശോദയും അസൈന്താടും ഒക്കെയാണ് ഞാൻ കേട്ട് എഴുന്നേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പഠിച്ചതും കർണാട്ടിക്കാണ്. കർണാട്ടിക്കിൽ ഏറ്റവും കൂടുതൽ ഉള്ളതും ഈ പറഞ്ഞ ഹിന്ദു ഡിവോഷണൽ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ കീർത്തനങ്ങളുള്ളത്. അപ്പൊ അതാണ് ഞാൻ ചെറുപ്പം തൊട്ട് പഠിച്ചിട്ടുള്ളത്. അപ്പോ ഉയരുന്നാഥനെ ചെയ്യാനുള്ള യാതൊരു സാധ്യത വളരെ കുറവാണ്, എന്നെ പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പൊ അതൊന്നും അല്ലാന്ന് എനിക്ക് ഞാൻ അങ്ങനെ, നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ അകത്ത് എന്താണോ മനസ്സിൽ നമ്മൾ ഏത് കൈൻഡ് ഓഫ് പീസ് ആണോ കീപ്പ് ചെയ്യുന്നത്, അത് എന്തായാലും പുറത്തേക്ക് വരും. അത് ഉയരുന്നാഥനയുടെ സ്ഥലത്ത് ഉയരുന്നാഥനെ ആയിരിക്കും, അത് അത്രേ ഉള്ളൂ. അങ്ങനെയാണ്. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞ ഉയരുന്നാഥനെ ചെയ്യുന്ന സമയത്ത് ഇത് പ്രോപ്പർ ഡിവോഷണൽ ക്രിസ്ത്യൻ സോങ് ആയില്ലല്ലോ എന്നായിരുന്നു എന്റെ ടെൻഷൻ. അടിപൊളി. ഇപ്പൊ ചർച്ചകളിൽ വെക്കുന്നു, അല്ലെങ്കിൽ അച്ഛന്മാർ എന്നെ കാണാൻ വരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷങ്ങളിൽ മീറ്റ് ചെയ്തിട്ടുള്ളത് അച്ഛന്മാരാണ്. പല പള്ളിയിലെയും പല സഭകളിലെയും അച്ഛന്മാർ എന്നെ വന്ന് മീറ്റ് ചെയ്യും. അവർ പലപ്പോഴും പറയും, എന്നെ റീസെന്റ് ഒരു അച്ഛൻ വന്നത് ഏറ്റവും കാണാൻ ആഗ്രഹം സിനിമ റിലേറ്റഡ് ആയിട്ട് ജീവിതാഭിലാഷം. ഞാൻ പറയും, എന്നെ കുറിച്ചാണ് ഈ പറയുന്നത്, ഞാൻ അത്രയും വലിയ ആളാണോ? അപ്പോ അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഉയരുന്നാഥനെ കമ്പോസ് ചെയ്ത ആളെ കാണണം എന്നുള്ളതാണ് എന്റെ ജീവിതാഭിലാഷം. അതുകൊണ്ട് എന്നെ കാണും. ഞാൻ പറഞ്ഞു, ജീവിതാഭിലാഷോ? 4 വർഷമായി ഞാൻ ട്രൈ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, ഒരു 4 സെക്കൻഡ് ചെലവാക്കി എന്നെ വിളിച്ച് ഞാൻ അങ്ങോട്ട് വന്ന് കണ്ടിട്ടുണ്ടാവും. അയ്യോ, ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ അത്രയൊന്നും വലിയ ആളായിട്ടില്ലല്ലോ, എന്നെ കാണാൻ 4 വർഷം വെയിറ്റ് ചെയ്തിരിക്കുന്നു. അച്ഛൻ മണ്ടത്തരേ പോയി. പക്ഷെ എല്ലാത്തിനും സമയമുണ്ടെന്ന് പറയുന്ന പോലെ ഞങ്ങൾ അങ്ങനെ ഒരു 1/2 ദിവസത്തോളം ഞങ്ങൾ ഷെയർ ചെയ്തു. കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമയം സ്പെൻഡ് ചെയ്തു. കുറെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു.
സഭയത്തെയും പള്ളിയത്തെയും കാര്യങ്ങള്, ഒരുപാട് ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് അച്ഛൻ ചെയ്തതും അതല്ലാതെ അച്ഛൻ കേൾക്കുന്നതുമായിട്ടുള്ള പാട്ടുകൾ എനിക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ. അപ്പൊ ഈ പറഞ്ഞു വന്നത്, ഉയരുന്നാഥനെ കമ്പോസ് ചെയ്ത ശേഷം ഭഗവാനെ ഇത് പ്രോപ്പർ ഒതന്റിക് ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് ആയില്ലല്ലോ എന്നുള്ള സങ്കടത്തിലാണ് ഞാൻ ആ പാട്ടില് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അടിപൊളി. പക്ഷെ എല്ലാവർക്കും അത് ഇഷ്ടവുമായിരുന്നു. അപ്പോ ലെറ്റ് ഇറ്റ് ബി, എന്താണോ വരുന്നത് അത് സ്വീകരിക്കാം എന്ന് പറഞ്ഞ് ഇറക്കി വിട്ട ഒരു സംഭവമാണ്. പിന്നെ അതാ പറഞ്ഞ നമ്മളത് നമ്മുടെ മനസ്സിൽ ആ ഫീൽ ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ ഡിവോഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വൈബ് ഉണ്ടെങ്കിൽ അതെന്തായാലും സംഭവിക്കും. അപ്പൊ അതിനു വേണ്ടി ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അത് ഹിറ്റോ അങ്ങനെ തന്നെയാണ്, നമ്മൾ ഹിറ്റിന് വേണ്ടി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് വരികയാണെങ്കിൽ സ്വീകരിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോഴും അങ്ങനെ കാണുള്ളൂ. ആ പാട്ടൊന്ന്. ഉയിരിൻ നാഥനെ ഉലകിൻ നാദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ, ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ, എന്റെ മുൾപാതയിൽ ഉൾപ്പൂനി തൂകിടുന്നു, എന്റെ കണ്ണീർത്തടം തൂവാല പോൽ മായ്ക്കുന്നു നീ. അപ്പൊ ഇനി വരാനുള്ള പ്രൊജക്ട്സ്? ഇനി ഇമ്മീഡിയറ്റ് റിലീസ് ഉണ്ടാവുക സുമതി വളവായിരിക്കും. സുമതി വളവ് മാളികപ്പുറത്തിന് ശേഷം, മാളികപ്പുറത്തിന്റെ ഡയറക്ടർ വിഷ്ണു ശശിശങ്കർ സംവിധാനം ചെയ്യുന്ന സിനിമ, അഭിലാഷ് എഴുതുന്ന സ്ക്രിപ്റ്റ്, അഭിലാഷ് പിള്ള എഴുതുന്ന സ്ക്രിപ്റ്റ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള പടമാണ്. പാട്ടുകൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ള പടമാണ്. മ്യൂസിക്കിന്, ബാക്ക്ഗ്രൗണ്ട് സ്കോറിനൊക്കെ ഇമ്പോർട്ടൻസ് ഉള്ള പടമാണ്. ഒരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. ഹരിചരൺ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. കപിൽ പാടിയിട്ടുണ്ട്. പിന്നെ മധു ബാലകൃഷ്ണൻ ചേട്ടനും പിന്നെ ദീപക് ബ്ലൂ, പുഷ്പയൊക്കെ പാടിയ, KGF ഒക്കെ പാടിയ ദീപക് ബ്ലൂ കൂടെ ഒരു ഫാസ്റ്റ് നമ്പർ ഉണ്ട്. വേറൊരു സാധനം പരിപാടിയുള്ള പടം. അതെ, അല്ല ആ പേര് വന്നു കഴിഞ്ഞപ്പോ അപ്പൊ വേറൊരു സാധനം. അപ്പം ഇതുപോലെ ഇനിയും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള മെലഡീസും ഇതുപോലത്തെ എന്താ പറയാ വെറൈറ്റീസും ഒക്കെ ആയിട്ട് ഇനിയും മലയാളത്തിൽ മലയാളികൾക്കിടയിൽ നിറയുക. താങ്ക് യു. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.